പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കാറുണ്ട് തങ്ങൾ വെറുമൊരു ജോലി ചെയ്യുന്നുവെന്ന്, ഞാൻ ഉൾപ്പെടെ. എന്നാൽ സത്യത്തിൽ നമ്മൾ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അധ്വാനം കൊണ്ടാണ് നാട്ടിലുള്ളവരുടെ ജീവിത നിലവാരം ഉയരുന്നത്, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത്, മാതാപിതാക്കൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ കഴിയുന്നത്. ഒറ്റയ്ക്കൊരു വിദേശ രാജ്യത്ത് നിന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല. ഭാഷാപരമായ തടസ്സങ്ങൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ടു പോകുന്നത് നിങ്ങളുടെ വലിയ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. കുടുംബത്തോടൊപ്പം ഇരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നിങ്ങൾ മറുനാട്ടിൽ നിൽക്കുന്നത്, മറിച്ച് അവർക്ക് നല്ലൊരു ഭാവി കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഈ ത്യാഗം സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. അത് ഒരിക്കലും വെറുതെ ആവില്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ നാളെ നിങ്ങളുടെ കുടുംബത്തിന്റെ പുഞ്ചിരിയായി മാറും. നിങ്ങൾ ഒരു പോരാളിയാണ്. കുടുംബത്തിന് വേണ്ടി ഓടുമ്പോൾ നിങ്ങളുടെ ആരോഗ്യവും മനസ്സിന്റെ സന്തോഷവും മറന്നു പോകാതിരിക്കുക. നിങ്ങൾ സന്തോഷമായി ഇരുന്നാലേ കുടുംബവും സന്തോഷിക്കൂ. നിങ്ങൾ ഒരു തലമുറയ്ക്കാണ് മാതൃകയാവുന്നത്. പ്രയത്നത്തിലൂടെ വിജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തെളിയിക്കുന്നു. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രചോദനവും. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും, അതുപോലെ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കുമായിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയറും ചെയ്യുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഞാനും അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഞാനും ഓരോ ജോലികൾ ചെയ്ത് എൻ്റെ ദിനചര്യയിലേക്ക് കടക്കുവാണ്. മക്കളോടൊപ്പം നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നമ്മൾ വിദേശത്ത് വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തട്ടെ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.